ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഷൈൻ വണ്ടിയുടെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് തന്നെ പറഞ്ഞേക്കുന്നത് ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ഇടപ്പോൾ റെഡിയാക്കുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. എൻജിൻ ഓയിൽ മാറ്റണം, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക, ക്ലച്ച് ചെക്ക് ചെയ്യുക, ക്ലച്ചിൻ്റെ പ്ലേ ഒക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസ് ചെയ്യേണ്ട ഇതൊക്കെയാണ് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസായിട്ട് കയറ്റുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാനും ക്ലീനിങ്ങൊക്കെ ആയിട്ട് അയച്ചാണ്. ബാക്കിലത്തെ ലൈനർ കിടക്കുന്ന പുതിയ ലൈനറാണ്, പക്ഷേ അത് കമ്പനി ലൈനറൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഈ ഒറിജിനൽ ലൈനർ അല്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ലൈനറിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ ഈ ഭാഗം ടച്ച് ആയിട്ടുണ്ട് ഇതുണ്ട, പക്ഷേ ലൈനറിൻ്റെ ബാക്കിയത്തെ ഭാഗങ്ങൾ ഹബിനകത്ത് പിടിക്കണില്ല. അതേപോലെ തന്നെ ഈ ലൈനർ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഭാഗം മാത്രമേ ടച്ച് ആവുന്നുള്ളൂ. ഈ സൈഡ് മാത്രം ആ ഒരഞ്ഞയുടെ ഭാഗം ഇറക്കിയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. ബാക്കിയത്തെ ഭാഗങ്ങൾ അതുമ്പോൾ ടച്ച് ആവണില്ല. നിലവിൽ അതിൻ്റെ ഈ പറഞ്ഞ രീതിയുടെ വന്നാണ് ഈ അലൈൻമെൻറ്റ് വരുന്നത്. ഈ ഐറ്റമൊക്കെ ചെയ്തേക്കണം, മോൾഡ് ചെയ്തേക്കണതിൻ്റെ പ്രോബ്ലം ആയിരിക്കാം അത്. തൽക്കാലം നമ്മൾ എന്തെങ്കിലും പുതിയത് മേടിച്ചിട്ടാക്കല്ല. അപ്പോൾ തൽക്കാലം നമുക്ക് അതിന് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഉരച്ച് ലെവലാക്കി കയറ്റിയിടാം. മാറ്റി ഇടുന്ന സമയത്ത് കമ്പനിയായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഹബിന് നിലവിൽ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെറിയൊരു തേമാനമുണ്ട്, അത് നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് വന്ന തേമാനമാണ്. അത് വേറെ ഉപയോഗിക്കുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ബാക്കിലത്തെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, നല്ല ടയറാണ്. അതേപോലെ തന്നെ ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് തരാം. ഈ ഒരു സർവീസ് കൂടി ടൈറ്റ് ചെയ്യാൻ കിട്ടുള്ളൂ, മാക്സിമം നമുക്ക് ടൈറ്റ് ചെയ്ത് തരാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നിലവിൽ പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം, ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. 2021 മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.40 വരെ വന്നുണ്ട്. അപ്പോൾ വലിയ താമസിച്ചായിട്ട് ബാറ്ററി കംപ്ലയിൻറ്റിലേക്ക് വരും കേട്ടോ. 2021 ബാറ്ററിയാണ്, എന്തായാലും ഒരു 4 കൊല്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 5-ാം കൊല്ലമാണത് കേട്ടോ. അപ്പോൾ മാക്സിമം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കംപ്ലയിൻറ്റ്സ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ആരംഭം, പക്ഷേ സെൽഫിനകത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല, വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ മാസ്റ്റർ യൂണിറ്റ് കംപ്ലയിൻ്റാണ്, ഈ ഇരിക്കുന്ന യൂണിറ്റ്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിയിലേക്ക് വരുന്ന ഈ കാളിപ്പർ അസംബ്ലിയും കൂടി ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ പിസ്റ്റൻ്റെ സീലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി അത് പുതിയൊരു ബ്രേക്കിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് വരും. ഈ കാളിപ്പർ അസംബ്ലി നമുക്ക് ഇത് തന്നെ മതി, പക്ഷേ മുകളിലിരിക്കുന്ന MC സബ് അസംബ്ലി എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് അത് നമുക്ക് മാറ്റിയിട്ട് പുതിയതിട്ടാലാണ് ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് പറയണേ. നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ബ്രേക്ക് പാഡ് സെറ്റ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. കമ്പനിയിലെ പാഡൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്, പക്ഷേ എന്നാൽ പോലും ഉപയോഗിക്കാനുണ്ട്. നമുക്ക് പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റി കളഞ്ഞാൽ മതി. ഫ്രണ്ടിലത്തെ ടയർ തീർന്ന് കിടക്കണതാണ്. ഈ സൈഡിലത്തെ ഗ്രൂ നോക്കണ്ട, സെൻറ്ററിൽ പിടുത്തമില്ല കേട്ടോ. ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പ്ലഗ് വലിയ പഴക്കമായിട്ട് എനിക്ക് ഒന്ന് എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലഗ് മാറ്റിയിട്ടാണ്. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ടാണ്. കാർബറേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ ക്ലീനിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല, പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്ററിൻ്റെ ഭാഗം തൊടാതിരിക്കണമാണ് ബുദ്ധി. കാരണം ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്, അത് ഉപയോഗിക്കുന്ന വണ്ടികളിൽ, അതായത് അലുമിനിയം ബോഡിയുള്ള ഈ അലുമിനിയം കേസാണ് ഈ വന്ന ഐറ്റം. അപ്പോൾ അതിനകത്ത് ഈ എത്തനോൾ മിക്സ് ചെയ്തിട്ടില്ല, എത്തനോൾ കിടക്കുമ്പോൾ അത് വിഘടിച്ചിട്ട് കാർബറേറ്റർ ദ്രവിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ പരമാവധി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ കംപ്ലയിൻറ്റ്സ് ഓവർഫ്ലോ മിസ്സിങ്ങോ വേറെ പ്രോബ്ലംസോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ തൊടേ ചെയ്യരുത് കേട്ടോ. വലിയ താമസമില്ലാണ്ട് ഒരു പക്ഷേ നമുക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും, കാരണം എല്ലാ വണ്ടിക്കും കംപ്ലയിൻറ്റ്സ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാണിക്കും, എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് മാത്രം നമ്മളത് അഴിക്കാനായിട്ട് നോക്കി വരും. ബാക്കിയത്തെ ആ രീതിയിൽ തന്നെ പരമാവധി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ സ്വിച്ച് ഉള്ളൊരു ഇട്ടെടുക്കുന്നുണ്ട്, ക്ലച്ചിൻ്റെ കേബിൾ ഇവിടെ പൊട്ടി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായി കിട്ടില്ല. പിന്നെ ഉള്ളത് ഈ വിങ്കർ സ്വിച്ച് അസംബ്ലി, ഇത് ദ്രവിച്ചു പോയേക്കാണ്. കോൺടാക്റ്റ് ഫ്ലാഷർ യൂണിറ്റ് മാറ്റി വയ്ക്കണം, ബസർ സെറ്റ് ചെയ്യണം, എന്നാലും ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്വിച്ച് അസംബ്ലി, ഫ്ലാഷർ, ബസർ, അതേപോലെ തന്നെ എൻജിൻ ഓയിൽ, ഡിസ്ക് ബ്രേക്കിൻ്റെ MC സബ് അസംബ്ലി, അതിൻ്റെ റിപ്പയറിങ് അടക്കം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ, കാരണം അതനുസരിച്ചിട്ട് നമുക്ക് എസ്റ്റിമേറ്റും നോക്കിയതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം നമുക്കത് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കിയിട്ട് പരമാവധി നേരത്തെ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം.